നമസ്കാരം, പത്മാസ് കുസൈനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് ടിപ്പും ട്രിക്സും ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മളിങ്ങനെ ഈ ഡിഷ് വാഷറിൽ ഒക്കെ മുക്കിയിട്ട് നമ്മളിങ്ങനെ പാത്രം തേച്ചിട്ട് വീണ്ടും ഇത് തേച്ചതിന് ശേഷം നമ്മൾ ഇതുപോലൊരു പാത്രത്തിലേക്കാണ് എപ്പോഴും ഇട്ട് വയ്ക്കുക. അപ്പോൾ വീണ്ടും അതിൽ വെള്ളം വീണ് എപ്പോഴും അതിലൊരു ഫംഗസ് ബാധയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യുക. ഇതുപോലൊരു ബോട്ടിലെടുത്തതിന് ശേഷം ഏതായാലും ജ്യൂസ് വരുന്നതോ ഇതുപോലെ വാട്ടർ വരുന്നതോ ഏതായാലും കുഴപ്പമില്ല, അത് ഇതേപോലെ എടുക്കുക. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇങ്ങനെ രണ്ടറ്റവും ചേർത്ത് അപ്പോൾ ഇതേപോലെ രണ്ട് ഭാഗങ്ങളായിട്ട് എടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. പിന്നെ വേണ്ട ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുത്തുന്ന കമ്പി ഉണ്ടല്ലോ, അതിൽ ചൂടാക്കിയതിന് ശേഷം 2 ഹോൾ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഇത് കടത്തിയിടുക. നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താണെന്നറിയോ, എപ്പോഴും ഇതിൽ വെള്ളം ഇങ്ങനെ കെട്ടി ആ സോപ്പ് പൊതയും ഇതായിട്ട് ഇവിടെ നിൽക്കില്ല. അത് കഴിഞ്ഞിട്ട് ഇതിനെ ടൈറ്റ് ആക്കുക. പിന്നെ ഇങ്ങനെ നമ്മളിത് കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയുടെ അടുത്തും എല്ലാം ആണി ഉണ്ടെന്നുണ്ടെങ്കിൽ, സിങ്കോട് ചേർത്ത് മുകളിൽ ആണി ഉണ്ടെന്നുണ്ടെങ്കിൽ പാത്രം തേച്ചതിന് ശേഷം ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളം എല്ലാം താഴെ പോകും. അപ്പോൾ ഇതിൽ കിടക്കണം വെള്ളം ഇങ്ങനെ ഒറ്റി വീണ് ഇതാവില്ല. അതേപോലെ ഇങ്ങനെ വെച്ച് തന്നെ നമുക്കത് ഇതുപോലെ പാത്രം കഴുകുകയും ചെയ്യാം. പിന്നെ നീളം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നീളത്തിലെടുത്തിട്ട് ഇത് ചെയ്യാം. പിന്നെ നമ്മൾക്ക് എപ്പോഴും എന്താ വെച്ചാൽ, റബ്ബർ ബാൻഡ് ഇങ്ങനെ സാധനമൊക്കെ വാങ്ങിയ ഉടനെ റബ്ബർ ബാൻഡ് കിട്ടും. അപ്പം നമ്മൾ അതിലേക്ക് ഇതുപോലെ ഫിംഗർ ക്യാപ്പും കൂടുതലായിട്ട് വാങ്ങി വയ്ക്കും. അപ്പോൾ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് ഒട്ടി ഇങ്ങനെ പിടിക്കും. അത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം നമ്മൾ മുഖത്തൊക്കെ ഇടുന്ന ടാൽക്കം പൗഡർ ഇട്ട് കൊടുത്താൽ മതി. വേണ്ട, ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇതിലിട്ട് വെച്ചാൽ കുറേ കാലത്തേക്ക് കേടുകൂടാതെ ഉരുകാതെ ഇങ്ങനെ ഇരിക്കും ഇത്. അതേപോലെ ഫ്ലാസ്കിൽ എപ്പോഴും ഒരു ചെറിയൊരു മണം എപ്പോഴും ഉണ്ടാവും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടനെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അല്പം ന്യൂസ് പേപ്പർ ഇട്ട് നന്നായിട്ട് കുലുക്കി കളയുകയാണെങ്കിൽ ആ സ്മെല്ല് ഉണ്ടാവാറില്ല. നമ്മളെപ്പോൾ നൂല് വാങ്ങുമ്പോഴും ഇങ്ങനെ 2-3 കളർ നൂലുകൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ നൂലുകൾ നമ്മളിങ്ങനെ വിടർത്തിയിട്ട് ചുറ്റി പോകും. അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു കട്ടിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ നൂലെടുത്ത് അവിടേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരിക്കലും അത് നൂലിങ്ങനെ പിണഞ്ഞ് വരില്ല, ചുറ്റി എല്ലാം കൂടെ ഒരേപോലെ ആവില്ല. അതേപോലെ നമ്മൾ സൂചി അതേ നൂലിൽ കുത്തുമ്പോഴാണ് എപ്പോഴും അതിൽ തുരുമ്പാവണേ. അതിന് പകരം അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിലുള്ള ആ പേപ്പറിൻ്റെ അവിടെ തന്നെ ഇതും കുത്തി കൊടുക്കുക. ഇതാണ്ട്. അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.